നമ്മൾ 2023 ക്രിസ്മസ് എക്സാമിൻ്റെ +1 പൊളിറ്റിക്കൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം വന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ ഹു വാസ് ദി പെർമനൻറ്റ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ചെയർമാൻ ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെർ ആഡഡ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദി ഡാഷ് അമെൻമെൻറ്റ്. ഏത് അമെൻമെൻറ്റിലൂടെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടനയിൽ ചേർത്തതെന്നുള്ളതാണ്. അത് 42ാമത്തെ അമെൻമെൻറ്റ്, ഓപ്ഷൻ എ. ബാക്കി രണ്ടെണ്ണം നമുക്കറിയാവുന്നത് തന്നെയാണ്. ഇനി മൂന്നാമത്തത് ബോറോഡ് പ്രൊവിഷൻസിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. Following are some of the provisions borrowed to Indian constitution from the constitution of other countries. Find out relevant countries. ആദ്യം DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ. അതെടുത്തിരിക്കുന്നത് അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്തത് ജുഡീഷ്യൽ റിവ്യൂ. ഏത് രാജ്യമാണ്? USA. ഓക്കെ, USA ആണ് രണ്ടാമത്തിൻ്റെ ഉത്തരം. ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷൻ്റേതാണ്, അപ്പോൾ ഫ്രാൻസ് ആണ്. ഓക്കെ, ലാസ്റ്റ് ഉള്ളത് കോൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ. അത് ഇംഗ്ലണ്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അടുത്തത് നാലാമത്തെ ചോദ്യം നെയിം ദി കേസ് ഇൻ വിച്ച് ദ ജുഡീഷ്യറി അഡ്വാൻസ് ദ തിയറി ഓഫ് ബേസിക് സ്ട്രക്ചർ. ഓക്കെ, ഏത് കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിക്കൊരു ബേസിക് സ്ട്രക്ചർ എന്നുള്ള ഒരു തിയറി വരാൻ കാരണം എന്നുള്ളതാണ്. 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കേശവാനന്ദ ഭാരതി കേസാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ഏത് വർഷമാണ് അല്ലെങ്കിൽ ഏത് ഡേറ്റിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? ഓക്കെ, അത് 1950 ജനുവരി 26 ഒന്നാമത്തെ ഓപ്ഷൻ. അടുത്തത് കുറച്ച് സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനാണ്. ഓക്കെ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓപ്ഷനിലുള്ളത് ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. നമുക്ക് ട്രേഡ് യൂണിയൻ ഉണ്ട്, ഡിഫെൻസ് ഉണ്ട്, ജയിലുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, പബ്ലിക് ഹെൽത്ത് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഓരോന്നിലും 2 വീതമായിരിക്കും വരിക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഡിഫെൻസ്, ഓക്കെ, നമ്മുടെ പ്രതിരോധം എന്നുള്ള കാര്യമാണ്. ജയില്, അതായത് പ്രിസൺ, ജയില്, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത്, പിന്നെ അഗ്രികൾച്ചർ. ഇത് 3 സ്റ്റേറ്റ് ലിസ്റ്റിൽ വരികയും ലാസ്റ്റ് ബോക്സിൽ ട്രേഡ് യൂണിയനും എഡ്യൂക്കേഷനും വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഉത്തരം. യൂണിയൻ ലിസ്റ്റിൽ ഡിഫെൻസ്, സ്റ്റേറ്റ് ലിസ്റ്റിൽ അഗ്രികൾച്ചർ, പബ്ലിക് ഹെൽത്ത് ആൻഡ് ജയിൽ, ഓൾസോ ഇൻ കൺകറൻറ്റ് ലിസ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രേഡ് യൂണിയൻ. അതാണ് അതിൻ്റെ ഉത്തരം വരിക. ഓക്കെ, അടുത്തത് ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് ലോക്കൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ലോർഡ് റിപ്പൺ ആണ്, അല്ലെങ്കിൽ റിപ്പൺ പ്രഭുവിനെയാണ് ആരായിട്ട് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി 8ാമത്തെ ചോദ്യം ഡാഷ് ഇസ് ദ പ്രൊസീജിയർ ഫോർ റിമൂവിങ് ഇന്ത്യൻ പ്രസിഡന്റ് ഫ്രം ഹിസ് ഓഫീസ്. അതായത് ഏത് പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ഏതൊരു പ്രൊസീജിയറിലൂടെയാണ് പ്രസിഡന്റിനെ പുറത്താക്കുന്നത്? അതിൻ്റെ പേരാണ് ഇംപീച്ച്മെൻറ്റ്. ഓക്കെ, ഇംപീച്ച്മെൻറ്റ് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്ത 9ാമത്തെ ചോദ്യം കുറച്ച് സ്റ്റേറ്റിൻ്റെ പേര് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, 2 ബോക്സും കൊടുത്തിട്ടുണ്ട്. യൂണിക്യാമറൽ ആൻഡ് ബൈക്യാമറൽ. യൂണിക്യാമറൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഹൗസ് മാത്രമുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിന് നിയമസഭ മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് യൂണിക്യാമറലാണ്. ബൈക്യാമറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടേത് ഒരു ഹൗസ് ഓഫ് കോമൺസ് ഉണ്ട്, ഹൗസ് ഓഫ് ലോർഡ്സ് ഉണ്ട്, അല്ലേ? ഒരു രാജ്യസഭ, ലോക്സഭ, ഇങ്ങനെ 2 സഭകളുണ്ട്. അതുപോലെയുള്ളതിനാണ് ബൈക്യാമറൽ എന്ന് പറയുക. അപ്പോൾ കേരള, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഇത് 3 ഒന്നാമത്തെ ബോക്സിൽ വരിക. കേരള, മധ്യപ്രദേശ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. ബൈക്യാമറൽ വരുന്നത് മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ, ഇത് 3 ബൈക്യാമറലായിട്ട് വരും. അടുത്ത 2 പുസ്തകങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. ഓഥറിനെ എഴുതാനാണ്. ഫ്രീഡം ഫ്രം ഫിയർ ബൈ ഓങ് സാങ് സൂക്കി, അല്ലേ? ഓങ് സാങ് സൂക്കിയാണ്. ഓൺ ലിബർട്ടി JS മില്ലാണ്. ഓക്കെ, അടുത്തത് ഐഡൻറ്റിഫൈ ദ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഫ്രം ദ ഫോളോയിങ്. ഇതിലേതാണ് പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് നമ്മൾ എഴുതണം. ഏതൊക്കെയാണ്? റൈറ്റ് ടു കോൺടെസ്റ്റ് ടു എലക്ഷൻ, അതുപോലെ തന്നെ റൈറ്റ് ടു വോട്ട്. ഇത് 2 നമ്മുടെ പൊളിറ്റിക്കൽ റൈറ്റ്, അല്ലേ? നമുക്ക് 2 പൊളിറ്റിക്കൽ റൈറ്റുകളുണ്ട്.
പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞതാണ് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ സാധിക്കുന്നത്. ഒന്ന് ഇലക്ഷൻ വഴിയാണ്, പിന്നൊന്ന് വോട്ടിംഗ് വഴിയാണ്. അപ്പോൾ അത് രണ്ടാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 3 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. എന്തൊക്കെയാണ് പ്രസിഡന്റിൻ്റെ വിവേചനാധികാരം എന്നുള്ളതാണ്. നമുക്ക് 2 പോയിന്റ് എഴുതിയാൽ മതി, 3 പോയിന്റ് നമുക്ക് പറയാം. ദ പ്രസിഡന്റ് ഹാസ് ദ പവർ ടു ഡിസൈഡ് വെദർ ഹി ഷുഡ് ഡിസോൾവ് ദ ലോക്സഭ ഓർ നോട്ട് ഈവൻ ദ കം ലോസസ് ദ മെജോറിറ്റി ഇൻ ദ ലോക്സഭ. അതായത് പ്രസിഡന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിയമസഭ പിരിച്ചുവിടാം. അതായത് ഒരു പാർട്ടിക്ക്, ഭരിക്കുന്ന പാർട്ടിക്ക് അവിടെ മെജോറിറ്റി ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പാർലമെൻറ്റിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് പ്രസിഡന്റ് സാധിക്കും. അതുപോലെ തന്നെ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് ദ പവർ ടു റിട്ടേൺ എ ബിൽ ഫോർ റീകൺസിഡറേഷൻ ബൈ പാർലമെൻറ്റ്. പാർലമെൻറ്റിന് വേണമെങ്കിൽ ബില്ല് പരിശോധിക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചയക്കാനുള്ള അധികാരം പ്രസിഡന്റുണ്ട്. അതായത് അതുപോലെ ഒപ്പിടാതെ ഒരു ബില്ല് കുറേ നാൾ കയ്യിൽ വെക്കാനും അദ്ദേഹത്തിന് സാധിക്കും. അതിൽ നമുക്ക് ഏത് ബില്ല് ഉൾപ്പെടുത്താൻ പറ്റില്ല, മണി റിലേറ്റഡ് ബിൽസ് ഒന്നും പറ്റത്തില്ല. അടുത്തത് ഹിയർ ദ പ്രസൻറ്റ് നീദർ കൺഫേംസ് ഓർ റിജക്ട്സ് നോൺ റിട്ടേൺസ് ദ ബിൽ ആൻഡ് കീപ്സ് ഇറ്റ് പെൻഡിങ് ഇൻഡെഫിനിറ്റ്ലി. അതായത് ബില്ല് നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ നാൾ ഒപ്പിടാതെ വെക്കാനും അദ്ദേഹത്തിന് സാധിക്കും. അതുപോലെ ബില്ലുകൾ പുനർപരിശോധിക്കാൻ വേണ്ടി അയക്കാനും പ്രസിഡന്റിന് സാധിക്കും. അതുപോലെ തന്നെ മെജോറിറ്റി ഇല്ലെങ്കിൽ പാർലമെൻറ്റിനെ പിരിച്ചുവിടാനും അദ്ദേഹത്തിന് സാധിക്കും. ഓക്കെ, അടുത്തത് 3 പ്രൊഫഷൻസ് ടു എൻഷോർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ നാട്ടിലെ കോടതികളെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനുള്ള പ്രൊവിഷൻസ് നമ്മുടെ ഭരണഘടനയിലുണ്ട്. എന്തൊക്കെയാണ് അത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ 3 പോയിൻ്റാണ് എഴുതേണ്ടത്. ഒന്ന് നമുക്ക് എന്തെഴുതാം, പ്രൊട്ടക്റ്റിംഗ് സാലറീസ് ആൻഡ് സർവീസ് കണ്ടീഷൻസ് ഓഫ് ജഡ്ജസ്. അതായത് ജഡ്ജസിന് നല്ല സാലറി കൊടുക്കുക, അതുപോലെ അവരെ സംരക്ഷിക്കുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ പറ്റും. ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ജഡ്ജസിനെ ഇൻഫ്ലുവൻസ്ഡ് ആവും അല്ലേ, മറ്റുള്ളവർക്ക് സ്വാധീനിക്കാൻ സാധിക്കും. അപ്പോൾ അവർക്ക് നല്ലൊരു സം ഓഫ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അവർക്ക് നല്ല സാലറി കൊടുത്തു കഴിഞ്ഞാൽ എന്താവില്ല, അവർ കോടതിയോട് ലോയലായിട്ടിരിക്കും. അതുപോലെ തന്നെ പ്രൊഹിബിറ്റിംഗ് ദ ജഡ്ജസ് ഫ്രം ക്യാരിങ് ഓൺ പ്രാക്ടീസ് ഇൻ കോർട്സ് ഓഫ് ലോ ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. അതായത് അവർ വിരമിച്ചതിന് ശേഷം, അതായത് അവർ ആ ഒരു ടൈം ഓഫ് ടെന്യൂർ ഓഫ് പീരിയഡ് ടൈം കഴിഞ്ഞതിന് ശേഷം പിന്നെന്ത് ചെയ്യില്ല, ജഡ്ജസിനെ അത്തരം ഡ്യൂട്ടികളിൽ ഏർപ്പെടാൻ അനുവദിക്കില്ല. അതോടുകൂടി അവർക്ക് കൂടുതൽ ഫ്രീഡം ലഭിക്കുന്നുണ്ട്, ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊവൈഡിങ് സിംഗിൾ ജുഡീഷ്യറി, അതായത് ജുഡീഷ്യറിയാണ് എൻഡ് എന്നുള്ള രീതിയിലുള്ള കാര്യവും ഉറപ്പുവരുത്തുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് വാട്ട് ആർ ദി 3 മെത്തേഡ്സ് അമെൻഡിങ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ ഭരണഘടന നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം, ഭേദഗതി വരുത്താം അല്ലേ, അമെൻമെൻറ്റ് ചെയ്യാം. ഏതൊക്കെ രീതിയിലാണ്? അമെൻമെൻറ്റ് ബൈ സിമ്പിൾ മെജോറിറ്റി അല്ലേ, ചെറിയൊരു മെജോറിറ്റി ആൾക്കാർ സമ്മതം പറഞ്ഞാൽ തന്നെ ചില അമെൻമെൻറ്റുകൾ പാസ്സാവും. അതുപോലെ തന്നെ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും. അതായത് 3/4 മെമ്പേഴ്സും അപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. മറ്റ് ഒരെണ്ണം എന്ന് പറയുന്നത് അമെൻമെൻറ്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് ആൻഡ് ദ റാറ്റിഫിക്കേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതായത് വെറും ആൾക്കാരുടെ മെമ്പേഴ്സിൻ്റെ മാത്രം സമ്മതം ഉണ്ടായാൽ പോരാ, സ്റ്റേറ്റിൻ്റെ പകുതി വരുന്ന, നമ്മുടെ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ടോ അതിൽ പകുതി ആൾക്കാരുടെ സമ്മതവും ആവശ്യമുണ്ട്. എങ്ങനെയാണെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ പാസ്സാവുള്ളൂ. ഓക്കെ, ഇതിൻ്റെ കൂടെ എക്സാമ്പിളും കൂടി എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. ഈ പേര് മാത്രം എഴുതുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ചേർത്ത് എഴുതാം. ഏതൊക്കെയാണ് സിമ്പിൾ മെജോറിറ്റിയിൽ, ഏതൊക്കെയാണ് സ്പെഷ്യൽ മെജോറിറ്റി, ഏതൊക്കെയാണ് സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ് വരുന്നത് എന്നുള്ളത്. അടുത്തത്, അപ്പം അതിന് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 3 ഡയമെൻഷൻസ് ഓഫ് ഇക്വാലിറ്റി ആണ്. ഏതൊക്കെയാണ് 3 ഡയമെൻഷൻസ് ഓഫ് ഇക്വാലിറ്റി? പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ഇക്വാലിറ്റി ഉണ്ട്, എക്കണോമിക് ഇക്വാലിറ്റി ഉണ്ട്. ഓക്കെ, സോഷ്യൽ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈക്വൽ സ്റ്റാറ്റസ് ടു ഈക്വൽ പീപ്പിൾ അല്ലേ, സമൂഹത്തിലെ എല്ലാവരും സാമൂഹികപരമായിട്ട് ഈക്വൽ ആണ് എന്നുള്ളത്. അതിൽ റിലീജിയൻ, കാസ്റ്റ്, ജെൻഡർ, റേസ്, വെൽത്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. എക്കണോമിക് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതായത് ഒരേ തൊഴിലിന് ഒരേ വേതനം എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലായാലും എംപ്ലോയ്മെൻറ്റിലൊക്കെ തന്നെ അവർക്ക്
ഈക്വൽ ആയിട്ടുള്ള പ്രാതിനിധ്യം. അടുത്തത് ഏതാണ്? എക്കണോമിക് ഇക്വാലിറ്റി പറഞ്ഞു, നമ്മൾ സോഷ്യൽ ഇക്വാലിറ്റി പറഞ്ഞു. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്താണ്? പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇലക്ഷനിൽ മത്സരിക്കാനും അതുപോലെ തന്നെ വോട്ട് ചെയ്യാനും ഒക്കെയുള്ള അധികാരത്തെയാണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് ജോൺസ് റോൾസ് കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് എന്താണെന്ന് എഴുതാനാണ്. എന്താണ് ജോൺസ് റോൾസ് കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്? നമുക്കതിനെ ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതാം. John Rawls argues that the only way we can arrive at a fair and just rule is if we imagine ourselves to be in a situation in which we have to make decision about how society should organize, although we do not know which position we would ourselves occupy in that society. Rawls argue that if we do not know what we will be and what the options would be available to us in future society, we will be likely to support a decision about rules and organization of the future society which would be fair and for all the members. Rawls describes things as a under veil of ignorance. Okay, he expects that such a situation of incomplete ignorance about our possible position and status in society, each person would decide in way they generally do, that is in terms of our own interest. But since no one knows who he would be and what is going to benefit him, each will envisage the future society from the point of view the worst of. People think under veil of ignorance. They think from the perspective of most disadvantages and weakest sections of society. It will ensure that laws and policy will benefit society as whole. ഓക്കെ, ഇതൊരു കുറച്ച് വലിയ നോട്ടാണ്, നിങ്ങളിതിനെ ചുരുക്കി എഴുതുക. ഓക്കെ, എന്താണ് കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ നോട്ടിലൊക്കെ തന്നിട്ടുണ്ടാവും, അത് തന്നെ പഠിച്ച് എഴുതുക. ഓക്കെ, അടുത്ത ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യ ആണ്. എന്തൊക്കെയാണ് ലോ മേക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്? ഫസ്റ്റ് റീഡിംഗ് ഉണ്ട്, സെക്കൻഡ് റീഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കമ്മിറ്റി സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ തേർഡ് റീഡിംഗ് ഉണ്ട് അല്ലേ. അതിനേക്കാളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങളത് വായിക്കുക, എന്നിട്ട് മനസ്സിലായ പോലെ അതിനെ ചുരുക്കി എഴുതുക. ഓക്കെ, മെയിൻ 5 സ്റ്റേജാണ്, അത് പ്രത്യേകം ഓർത്ത് പഠിക്കുക. ഏതൊക്കെയാണ്? ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് ബില്ലിൻ്റെ റീഡിംഗ് ആണ്. സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും വൺ മോർ റീഡിംഗ് ആണ്, റീകൺസിഡറേഷൻ ആണ്. അതിൽ ജനറൽ ഡിസ്കഷൻ ഉണ്ടാവും. കമ്മിറ്റി സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ കൺസിഡറേഷൻ സ്റ്റേജ് ഉണ്ട്. അത് കഴിയുമ്പോൾ തേർഡ് റീഡിംഗ് ആണ്. തേർഡ് റീഡിംഗ് കഴിഞ്ഞതിന് ശേഷം അതെന്ത് ചെയ്യും? നെക്സ്റ്റ് ഹൗസിലേക്ക് പോവും അല്ലേ. ഇപ്പോൾ നമ്മുടെ ആദ്യം ലോക്സഭയിലാണെങ്കിൽ പിന്നീട് അത് രാജ്യസഭയിലേക്ക് പോവും. അടുത്തെന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷനാണ്. വളരെ ഈസിയാണ് അല്ലേ. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിക്കുന്ന 5 പോയിന്റുകൾ ഓർക്കുക, അത് എഴുതുക. ഏതൊക്കെയാണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് ബേസിക് ലോസ് ദാറ്റ് കോർഡിനേറ്റ് പീപ്പിൾ ഓഫ് എ ഗിവൺ സൊസൈറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ ജനങ്ങളെയും ഒരു നിയമത്തിൻ്റെ ഒരു ബേസിക് ലോയുടെ ഇടയിൽ കോർഡിനേറ്റ് ചെയ്ത് നിർത്തുന്നു, ഒന്നിച്ച് നിർത്തിക്കുന്നു. അതുപോലെ ഇറ്റ് സ്പെസിഫൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ദ പവർ ടു മേക്ക് ലോസ് ആൻഡ് ടേക്ക് ഡിസിഷൻ. ഏത് കാര്യം ആര് ചെയ്യണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ലിമിറ്റ്സ് പവേഴ്സ് ഓഫ് ഗവൺമെൻറ് ആൻഡ് പ്രൊട്ടക്ട് സിറ്റിസൺസ് റൈറ്റ്. എന്താണ്, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ചുരുക്കുകയും അതേസമയം ജനങ്ങളുടെ അധികാരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് എനേബിൾസ് ഗവൺമെൻറ് ടു ഫുൾഫിൽ ദ ആസ്പിറേഷൻ ആൻഡ് ഗോൾ ഓഫ് ദി സൊസൈറ്റി. ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണ് സക്സീഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻ ഐഡൻറ്റിറ്റി ഓഫ് പീപ്പിൾ എന്നാണ്, നമുക്കൊക്കെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു നമ്മൾ ആരാണ്, ഒരു ഇന്ത്യൻ ആണ് എന്നുള്ള ഐഡിയ തരുന്നത് തന്നെ എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് ഇതുവഴി സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. 19ാമത്തത് നോട്ട് ഓൺ എ സിഗ്നിഫിക്കൻസ് ഓഫ് പൊളിറ്റിക്കൽ തിയറി. പൊളിറ്റിക്കൽ തിയറി എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം. അത് നമുക്ക് പറയാം. പൊളിറ്റിക്കൽ തിയറി എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഇറ്റ് എക്സാമിൻസ് ബേസിക് വാല്യൂസ്, ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഷേപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് ആൻഡ് സോഷ്യൽ ലൈഫ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഇതെന്താണ് പൊളിറ്റിക്കൽ തിയറി എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് തന്നത്. നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? ഇറ്റ് ട്രെയിൻ സിറ്റിസൺ ടു തിങ്ക് റാഷണലി അബൌട്ട് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആക്സസ് ദ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഓഫ് അവർ ടൈം. നമുക്ക് പൊളിറ്റിക്കൽ തിയറി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്
നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും അല്ലേ, ധാർമ്മികപരമായിട്ട് റാഷണലി നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മളത് മനസ്സിലാക്കും. പക്ഷഭേദമൊന്നുമില്ലാതെ നമുക്ക് അഭിപ്രായം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ന്യൂ മീനിങ്സ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ടു പൊളിറ്റിക്കൽ ഐഡിയാസ് ഓർ കോൺസെപ്റ്റ്സ് ഇൻ ന്യൂ സർക്കംസ്റ്റാൻസസ്. അതായത് നമ്മുടെ പൊളിറ്റിക്കൽ തിയറി അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഓരോന്നിൻ്റെയും ഓരോ പൊളിറ്റിക്കൽ ഐഡിയാസിൻ്റെയും പുതിയ പുതിയ തലങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെന്തിനാണ് അതൊക്കെ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വി മേ ഡിസ്കവർ ന്യൂ ഡയമെൻഷൻസ് ഓഫ് ഫ്രീഡം ആസ് വെൽ ആസ് ന്യൂ ത്രെഡ്സ് ടു ഫ്രീഡം. എന്താണ് ഫ്രീഡം എന്നും ഫ്രീഡം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കും. ഓക്കെ, അടുത്തത് മേക്ക് എ കമ്പാരിസൺ ഓഫ് FPTP ആൻഡ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം ഓഫ് ഇലക്ഷൻ. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുന്ന 2 രീതികളാണ് ഇതൊക്കെ. FPTPയും ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റവും അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഡയറക്റ്റ് വോട്ട് ചെയ്യില്ല, മറ്റേതിൽ നമ്മൾ ഡയറക്റ്റ് വോട്ട് ചെയ്യും. അതെവിടേക്കാണെന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ ഉത്തരമായി. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. FPTP system is the country is divided into small constituency but proportional representation have a large geographical areas. അതായത് FPTP ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ മണ്ഡലങ്ങളൊക്കെ തിരിക്കും. മറ്റേതാണെങ്കിൽ രാജ്യം മൊത്തം ഒരു യൂണിറ്റായിട്ട് നമ്മൾ കരുതിയാണ് വോട്ട് ചെയ്യുക, പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. അതുപോലെ FPTP സിസ്റ്റം എവറി കോൺസ്റ്റിറ്റ്യുവൻസി എലക്ട് 1 റെപ്രസെൻറ്റേറ്റീവ് ബട്ട് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സെലക്ട് മോർ ദാൻ 1 റെപ്രസെൻറ്റേറ്റീവ്. നമ്മൾ FPTP ആണെങ്കിൽ നമുക്കൊരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഒരാൾ മാത്രമേ നമുക്ക് ജയിപ്പിക്കാൻ പറ്റൂ. മറ്റേതാണെങ്കിൽ ആ ഒരു പാർട്ടിക്ക് എത്ര വോട്ട് കിട്ടുന്നുണ്ടോ അത്ര ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ FPTPയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് ജയിക്കുന്നതെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവിൽ എത്രയാണോ ശതമാനം അതടിസ്ഥാനത്തിലാണ് ജയിക്കുക. ഓക്കെ, അതുപോലെ കുറച്ച് പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാം. ഓക്കെ, അടുത്തത് ബ്യൂറോക്രസിയുടെ റോളാണ്. എന്തൊക്കെയാണ് ബ്യൂറോക്രസിയുടെ റോൾ? എന്താണ് ബ്യൂറോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ സിവിൽ സർവീസ് എന്താണ്, അവരുടെ റോൾ എന്താണെന്ന് എഴുതിയാൽ മതി. എന്താണ്? ദ ഒഫീഷ്യൽസ് ഹൂ അസിസ്റ്റ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇൻ ദെയർ പോളിസി മേക്കിംഗ് ആൻഡ് ക്യാരീസ് ഔട്ട് ദ പോളിസി ഓഫ് ദി ഗവൺമെൻറ് വിച്ച് ഈസ് നോൺ ആസ് ബ്യൂറോക്രസി. അതായത് നമ്മുടെ രാഷ്ട്രീയപരമായി തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? ഈ പറയുന്ന ബ്യൂറോക്രസി, ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത്. So to underline the difference between the machinery and military service, it is described as സിവിൽ സർവീസ്. അതായത് ഓരോ മേഖലക്കനുസരിച്ചാണ് നമ്മളിതിനെ സിവിൽ സർവീസ് എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ദീസ് ട്രെയിൻഡ് ആൻഡ് സ്കിൽഡ് സിവിൽ സർവൻസ് അസിസ്റ്റ് ദ മിനിസ്റ്റേഴ്സ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദീസ് പോളിസീസ്. എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം പുതിയ പുതിയ നയങ്ങളുണ്ടാക്കുകയും അതിനെ നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻസ്. അടുത്ത 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അടുത്ത എന്താണ്? ഫങ്ഷൻസ് ഓഫ് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. എലക്ഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. എന്തൊക്കെയാണ് എലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ്? സൂപ്പർവൈസ് ദ എലക്ഷൻ, പ്രിപ്പയർ ഇലക്ടറൽ റോൾസ്, അതുപോലെ തന്നെ കണ്ടക്ട് എലക്ഷൻ, നോട്ടിഫൈ ദ എലക്ഷൻ ഡേറ്റ്സ്, കൗണ്ട് ദ ബാലറ്റ്സ് ഇല്ലേ. ഇങ്ങനെ തുടങ്ങി നമ്മൾ എലക്ഷൻ സമയത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ് ആയിട്ട് എഴുതാം. വോട്ടർ പട്ടിക ഇറക്കുന്നു, അതുപോലെ തന്നെ വോട്ടിംഗ് നടത്തുന്നു, അതിൻ്റെ ഡേറ്റ് പറയുന്നു, റിസൾട്ട് പ്രഖ്യാപിക്കുന്നു, സ്ഥാനാർത്ഥികളെ അവർ തരുന്ന പേപ്പേഴ്സൊക്കെ കറക്റ്റാണോ ചെക്ക് ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു, മെഷീനറീസ് ചെക്ക് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ അതിൽ എഴുതാൻ പറ്റുന്ന ആൻസറാണ്. ഓക്കെ, അടുത്തത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് ദി അപ്പെക്സ് കോർട്ട് ഇൻ ഇന്ത്യ. ഡിസ്കസ് ദ ജൂറിഡിക്ഷൻസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയുടെ ജൂറിഡിക്ഷൻസ് എഴുതാനാണ്. അതിൽ ഒരുപാടെണ്ണം വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒറിജിനൽ ജൂറിഡിക്ഷൻ, അപ്പല്ലറ്റ് ജൂറിഡിക്ഷൻ, റിട്ട് ജൂറിഡിക്ഷൻ, അതുപോലെ തന്നെ അഡ്വൈസറി ജൂറിഡിക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളതിൽ എഴുതാവുന്ന ആൻസേഴ്സാണ്. അടുത്തതെന്ന് പറയുന്നത് 73rd അമെൻമെൻറ്റിൻ്റെ മേജർ ഫീച്ചേഴ്സ് എഴുതാനാണ്. എന്താണ് 73rd അമെൻമെൻറ്റ്? അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഓരോ പോയിന്റുകളായിട്ട് എഴുതുക. ഓക്കെ, അതിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവും. അത് 11th ഷെഡ്യൂളിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് സീറ്റ് റിസർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5 ഇയർ ടേമാണ്, ഡയറക്റ്റ് ഇലക്ഷനാണ്, ഗ്രാമസഭ നടത്തും. ഇതൊക്കെ തന്നെ പഞ്ചായത്തി രാജ് 73rd അമെൻമെൻറ്റ് ആക്ടിൻ്റെ പ്രത്യേകതകളാണ്.
അടുത്തത് പോസിറ്റീവ് ലിബർട്ടി നെഗറ്റീവ് ലിബർട്ടിയും തമ്മിലുള്ള വ്യത്യാസമാണ്. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് ഫ്രീഡം ആസ് ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ്, പുറത്തുനിന്നുള്ള തടസ്സങ്ങളില്ലാത്ത സ്വാതന്ത്ര്യങ്ങളെയാണ് നമ്മൾ നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. സെയിം ടൈം എന്താണ് പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഓക്കെ, അതാണ് പോസിറ്റീവ് ലിബർട്ടി. ഇത് രണ്ടാണ് അതിൽ എഴുതേണ്ടത്. അടുത്തത് ഇന്ത്യ ഈസ് വൺ ഓഫ് ദ കൺട്രീസ് വെയർ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ ഈസ് ഹെൽഡ് ബട്ട് ദർ ആർ സം ഡ്രോബാക്സ് in our electoral system. Give suggestions to reform the present electoral system. അതായത് ഇലക്ട്രൽ റിഫോംസ് എഴുതാനാണ്. എന്തൊക്കെയാണ് നമ്മുടെ എലക്ഷൻ സിസ്റ്റത്തെ മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന സജഷൻസ്. ഒന്ന്, FPTP മാറ്റി പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആക്കാം. അതുപോലെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാം. അതുപോലെ എലക്ഷൻ എക്സ്പെൻസസ് മൊത്തം ആരെ ഏറ്റെടുക്കുക, ഗവൺമെൻറ് ഏറ്റെടുക്കാം. കാസ്റ്റ് റിലീജിയനൊക്കെ പറഞ്ഞുള്ള വോട്ട് പിടുത്തമൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ക്രിമിനൽസിന് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവകാശം കൊടുക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ഷൻ കമ്മീഷനെ കുറേയൊക്കെ തന്നെ നമുക്ക് റിഫോം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു essay ക്വസ്റ്റ്യനാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇതെല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റൈറ്റ് ആർട്ടിക്കിൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് 14 തൊട്ട് 32 വരെ എഴുതുക. കൂടെ വേണമെങ്കിൽ റിട്ടേൺ കൂടി ചേർത്ത് എഴുതാം. ഒരു നല്ല ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്ത് എഴുതാം. അടുത്തത് ഇന്ത്യൻ ഫെഡറേഷൻ എന്താണ്, കോൺഫ്ലിക്റ്റിംഗ് ഏരിയ, സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതൊരു ഡീറ്റെയിൽ essay ആയിട്ട് നിങ്ങൾ എന്താണ് പഠിച്ചെഴുതേണ്ടതാണ്. അതുപോലെ പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തൊക്കെയാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ലിബറലിസം, ഡെമോക്രസിയൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അതിൽ തന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, സോഷ്യൽ ജസ്റ്റിസ്, റെസ്പെക്റ്റ് ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്, സെക്കുലറിസം, യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് ഒക്കെ പറഞ്ഞ് എൻ്റെ ഫെഡറലിസം, നാഷണൽ ഐഡൻറ്റിറ്റി ഒക്കെ പറഞ്ഞ് എന്താണ് അത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എക്സാം കംപ്ലീറ്റ് ആയി. ഇതിൽ essay ക്വസ്റ്റ്യൻസിൻ്റെത് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് എഴുതുക. ഇതിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ മുമ്പും പല വീഡിയോസിൽ ഇതേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്തവണ പറയാത്തത്. പിന്നെ നമ്മൾ സെയിം കാര്യം റിപ്പീറ്റായി പറയുമ്പോൾ എന്താണ് അത് ബോറിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ ക്ലാസ്സുകളുടെ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതെന്തായാലും മനസ്സിലാവും വിചാരിക്കുന്നു. താങ്ക് യു.